പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള 22 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെയും 120 ഹോസ്റ്റലുകളിലെയും 1500-ലധികം വിദ്യാർത്ഥികൾ കലാമേളയിൽ പങ്കെടുക്കുമെന്ന് ITDP പ്രൊജക്ട് ഓഫീസർ ആർ രാജേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ പട്ടികവർഗ വികസന വകുപ്പ്, സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സ്ഥിരമായി നടത്തിവരുന്ന കുട്ടികളുടെ ഒരു കലോത്സവമാണ് സർഗോത്സവം എന്ന പേരിൽ നടത്തി വരുന്നത്. 2013 ആരംഭിച്ച് ഇപ്പോൾ 9ാമത്തെ എഡിഷനാണ് കണ്ണൂർ വെച്ച് നടക്കുന്നത്. കണ്ണൂർ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാമിന് ആതിഥ്യം വഹിക്കുന്നത്. പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള 22 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെയും 120 ഹോസ്റ്റലുകളിലെയും വിദ്യാർത്ഥികളായിട്ടുള്ള കലാകാരന്മാർക്ക് അവരുടെ പ്രതിഭ മാറ്റിവെക്കുന്നതിന് വേണ്ടി നടത്തുന്ന സംസ്ഥാനതല കലോത്സവമാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന സംസ്ഥാനതല കലോത്സവത്തിന് പാരലായിട്ട് പട്ടികവർഗ വികസന വകുപ്പ് നടത്തുന്നതാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൂടി സഹകരണത്തോടു കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്രേസ് മാർക്ക് ഉണ്ട്, നമ്മുടെ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നിങ്ങളുടെയൊക്കെ ഒരു സഹകരണം നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ആ ഒരു എല്ലാ ആൾക്കാരിലും എത്തിക്കുക എന്നുള്ളത്. 2025 ഡിസംബർ 28 മുതൽ 30 വരെ ആണ് ഈ പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 1ാമത്തെ വേദി നമ്മുടെ കളക്ട്രേറ്റ് ഗ്രൗണ്ട്, ടൗൺ സ്ക്വയറിനോട് ചേർന്നുള്ള കളക്ട്രേറ്റ് ഗ്രൗണ്ടാണ്. അവിടെ തന്നെയാണ് നമ്മൾ ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2ാമത്തെ വേദി ഇതിനപ്പുറത്തുള്ള മുനിസിപ്പൽ സ്കൂളാണ്. 4ാമത്തെ വേദിയും അവിടെ തന്നെയുള്ള മറ്റൊരു ഇതാണ്, ഓഫ് സ്റ്റേജ് പ്രോഗ്രാമാണ്. 3ാമത്തെ വേദി വരുന്നത് ഗാന്ധി മന്ദിരമാണ്. അപ്പോൾ ഈ 4 വേദികൾ, 3 സ്ഥലത്തുള്ള 4 വേദികളിലായിട്ടാണ് പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 28 രാവിലെ തുടങ്ങി 30-ാം തീയതി വൈകുന്നേരം അവസാനിക്കുന്ന രീതിയിലാണ്. 28-ന് 3 മണിക്ക് ഒരു ഘോഷയാത്ര കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഘോഷയാത്ര നമ്മുടെ സെയിൻറ്റ് മൈക്കിൾസ് സ്കൂളിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മുനീശ്വരൻ കോവിലിൻ്റെ സൈഡിൽ കൂടെ വന്ന് ഈ ഗ്രൗണ്ടിലേക്ക് കയറുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 5 മണിക്കാണ് ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി സാറാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. മെയിൻ വേദിയിൽ വെച്ചിട്ടായിരിക്കും. 30-ാം തീയതി വൈകുന്നേരം 3 മണിയോടുകൂടി, വൈകുന്നേരം 3 മണിയല്ലേ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, 4 മണിയോടുകൂടി ഇതേ വേദിയിൽ വെച്ച് തന്നെയാണ് ഇതിൻ്റെ വൈൻഡപ്പ് സമാപന സമ്മേളനം നടക്കുന്നത്. അത് പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ശ്രീ OR കേളു അവറുകളാണ് അതിൻ്റെ ഉദ്ഘാടനവും സമ്മാനദാനവും ഒക്കെ നിർവഹിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട ജനപ്രതിനിധികളും എല്ലാവരും തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ നോട്ടീസിൽ കാണുന്നതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് മേയർ, ഇന്നിപ്പോൾ ഇലക്ഷൻ നടക്കുന്നതേ ഉള്ളൂ, മേയറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരെല്ലാവരും തന്നെ ഉണ്ടാവുന്നതാണ്. 30-ന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യുമെന്നും രാജേഷ് കുമാർ പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പ് സീനിയർ സൂപ്രണ്ട് S. ഷിനുവും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ, വീൽ ട്രീറ്റ് യു വെൽ, ചാല ഈസ്റ്റ്, കണ്ണൂർ.